അകമ്പടി നായകൻ പറയാണ്, it is not possible. Even if സ്വർഗത്തിൽ നിന്ന് കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ലെന്ന് പറയുന്ന ബുദ്ധിയുടെ പ്രമാണം. കർത്താവേ, 4 ദിവസമായല്ലോ അവിടെ ബുദ്ധിയുടെ പ്രമാണം. അവിടെ കണ്ണിൽ പല കാര്യങ്ങളും കണ്ടത്, കഴിഞ്ഞ നാളുകളിൽ ചീഞ്ഞ ശവങ്ങളെ കണ്ടുകൊണ്ട്, 4 ദിവസങ്ങളിൽ നാട്ടം വെച്ച അനുഭവങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ യേശുവിന്റെ അത്ഭുതത്തെ തടയുന്ന ഫോർ മീ 4 ദിവസമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ബുദ്ധി, എന്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നു, ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതുകൊണ്ട് കർത്താവേ, കല്ലറ നീ തുറക്കാൻ അനുവദിക്കണ്ട. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം, നിന്റെ ബുദ്ധിയുടെ പ്രമാണം നിന്റെ ജീവിതത്തിൽ ഭൗതിക മണ്ഡലത്തിലാകട്ടെ, ആത്മീയ മണ്ഡലത്തിലാകട്ടെ, ശാരീരിക മണ്ഡലത്തിലാകട്ടെ, അസാധ്യമെന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നത് ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് പറയും. അത് ഭാഷയെ ശരിയാ, ദൈവവിളി ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാ. പക്ഷെ നാടാണ് പിന്നെ എങ്ങനെയെങ്കിലും കാര്യം ചെയ്യാം. ഇവിടെ മോർഗേജ് അടയുണ്ടായി വരുമ്പോഴത്തേന് 35 വർഷത്തെ ഒരു മുഖം എടുത്ത് പെടലിക്കങ്ങ് വെക്കും. എന്തെല്ലാം പഠിച്ചാലും എന്തെല്ലാം ചെയ്താലും മോർഗേജ് അടഞ്ഞു പോകണ്ടായോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലേ പറ്റത്തുള്ളല്ലോ. സുവിശേഷ വേല തന്നെ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങളൊരു പാർട്ട് ടൈം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിച്ചാൽ ഞാൻ അതിനെ വിരോധിക്കുന്നില്ല. ഇതൊരു ബുദ്ധിയുടെ പ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം സ്തോത്രം കുറയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. 11 വർഷമായി ഹല്ലേലൂയ ബുദ്ധിയുടെ പ്രമാണം പലതും പറഞ്ഞപ്പോഴും ആത്മാവിന്റെ പ്രമാണത്തിന് വിധേയപ്പെട്ട് നിന്നുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് നിൽക്കുന്നതിനാൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് വരെ മുകളിലോട്ട് നോക്കുന്നതല്ലാതെ മാനുഷിക മുഖങ്ങളിലേക്ക് നോക്കാതെ ദൈവകൃപയിൽ നിൽക്കുവാൻ പ്രാപ്തി നൽകിയ ഒരു ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ശക്തി നമ്മുടെ ഈ ജഡത്തിൽ ഉള്ളിലുണ്ട്. ഇത് പലപ്പോഴും നമ്മളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ഈ ബലവാനായ പിശാച് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് അസാധ്യമാകുഞ്ഞേ. അങ്ങനെയാണെങ്കിൽ വായിച്ചു, ബുദ്ധിയുടെ വായിച്ചോ പെട്ടെന്ന്. അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിനെ എന്നെ ബദ്ധനാക്കി കളയുന്നു. അങ്ങനെയാണ് അവയവങ്ങളിലെ അതായത് ബുദ്ധിയുടെ പ്രമാണവും അവയവങ്ങളിലെ പ്രമാണവും നമ്മിൽ ദൈവത്തോട് പാപം ചെയ്യുവാൻ, ദൈവപ്രവൃത്തിയെ അവിശ്വസിക്കുന്നതാണ് പാപം. അങ്ങനെയാണ് ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും അവിശ്വസിക്കുന്ന അത്രേ പാപം. പാപത്തിന് ബദ്ധരാക്കി വിടുന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത പറയുന്നു, അങ്ങനെയാണ് ഈ ജഡം തകരണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിച്ചു. ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ വചനമാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്രകാരം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ചാകാഞ്ഞവനല്ല പറഞ്ഞത്. നല്ല ഗോതമ്പ് മണിയായ ക്രിസ്തുവേശു ഗെത്സമന മുതൽ കാൽവരി വരെ ദൈവ ക്രോധാഗ്നിയിൽ വെന്തരിഞ്ഞ് പൊടിഞ്ഞ് ജീവന്റെ അപ്പമായി മാറി. ജീവൻ നൽകുന്ന ആത്മാവിന്റെ തേജസ്സിന്റെ ശക്തിയായി കല്ലറകളെ ഭേദിച്ച ജഡത്തിന്റെ സകല പ്രലോഭനങ്ങളെ പിശാചിന്റെ സകല ശക്തിയെയും ജയിച്ചവനാ. നമ്മളോട് പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ജഡത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ട നമ്മുടെ ശരീരമാകുന്ന ഗോതമ്പ് മണി ജഡത്തിന്റെ പ്രവർത്തികളാൽ ഉരുവാകപ്പെട്ട പാപത്തിന്റെ രാഗഭാവങ്ങൾ ക്രിസ്തുവിന്റെ ഈ അത്യന്ത ശക്തി കേറണമെങ്കിൽ നമ്മിലെ ജഡം ശക്തിട്ട അകത്തുനിന്ന് ഒരാത്മ മനുഷ്യൻ ശക്തിപ്പെട്ട ദൈവകൃപ അനുഭവിക്കുന്നുവെങ്കിൽ മാത്രമേ ആത്മാവിന്റെ മനുഷ്യനോ
എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആത്മാവിന്റെ മനുഷ്യന് മാത്രമേ ഇങ്ങനെയുള്ള ബലവാന്റെ ശക്തിയെ പിടിച്ചു കെട്ടാൻ കഴിയത്തുള്ളൂ. രാത്രിയിൽ അവൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് ഉള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് പങ്കിടുന്നു. നിങ്ങൾ എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ എന്റെ കൂട്ടവകാശികൾ, ഞാനിതാ നിങ്ങൾക്ക് തരിക. ഈ ബലവാനെ പിടിച്ചു കെട്ടുവാൻ നിങ്ങൾക്ക് ഞാൻ തരുന്നു അധികാരം. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഈ അധികാരം തന്ന കർത്താവ് പറയുന്നു, നമ്മിലെ ജഡം എന്ത് ചെയ്യണം? മരിക്കണം. ജഡത്തിന്റെ പ്രവൃത്തി മരിക്കണം. ജഡത്തിന്റെ പ്രവൃത്തി ഗലാത്യ ലേഖനം 5:19 ഞാൻ വായിപ്പിക്കുന്നില്ല. അതെല്ലാം ചാകണം. ഇത് വെച്ചോണ്ട് വേറൊന്ന് വെളിപ്പെടത്തില്ല. ഇത് വെച്ചോണ്ട് വേറൊന്ന് വെളിപ്പെടത്തില്ല. ആത്മാവിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടണം. അങ്ങനെയാണ് ഗോതമ്പ് മണി തനിയെ ഇരിക്കാൻ പാടില്ല, അത് ചാകണം. നമ്മിലെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിൽ നാം ശക്തി ധരിക്കുന്നു എങ്കിൽ ഈ ബലവാൻ നമ്മിൽ നിന്ന് ഓടി മാറും. നമ്മിൽ നിന്ന് ഓടി മാറും. അതിലും ബലവാനായ, അതിലും ബലപ്പെടുത്തുന്ന ശക്തി നമ്മിൽ എന്ത് ചെയ്തിരിക്കുക? വെളിപ്പെട്ട നിൽക്കുക. അതായത് ആത്മാവിന്റെ ശക്തി ബലഹീനതയിൽ ഞെരുക്കത്തിൽ താങ്ങുന്ന, ഇടുക്കത്തിൽ താങ്ങുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന അത്യന്ത ശക്തി. അടുത്തൊരു വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? യെഹെസ്കേൽ പ്രവചന പുസ്തകം 36:26 വായിക്കാം. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 36:26. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ജഡത്തെ കൊല്ലണമെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കണ്ടോ? ഇതിന്റെ അർത്ഥം ഇവിടുത്തെ കൂട്ടി ത്രെഡ് ഇടുന്നതോ ട്രാൻസ്പ്ലാന്റിങ്ങോ അല്ല. സ്വതന്ത്രം. ഇവിടെ വേണേ മനുഷ്യന്റെ ഹൃദയം മനുഷ്യന് വേണേ എന്ത് ചെയ്യാം? മാറ്റിവെക്കാനുള്ള ശാസ്ത്രം വികസിച്ചു. ഈ ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തി. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഇതാണ് റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, മനസ്സ് പുതുക്കി രൂപാന്തരം. അപ്പൊ പുതിയൊരു ഹൃദയം തരും. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഞാനാകുന്ന എന്നിലെ സ്വഭാവങ്ങളെ അതുപോലെ നിർത്തിയിട്ട് ഞാനൊന്ന് മുങ്ങി അങ്ങ് പൊങ്ങിയാൽ എല്ലാമായി പാസ്പോർട്ടും കിട്ടി, വിസയും കിട്ടി, ടിക്കറ്റും കിട്ടി, പിന്നെ ഇനി കർത്താവ് ഒന്ന് വന്നാൽ മതി എന്ന് കണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഇനി പോരാട്ടമില്ല, പോരുമില്ലെന്നാണ് അവരുടെ. ഇതൊക്കെ ഒരു ബേസിക്കാ. രക്ഷ, മാനസാന്തരം, രക്ഷാനിർണയം, പിന്നെ സ്നാനം, അത് കഴിഞ്ഞുള്ള പുതുജനനത്തിന്റെ അവസ്ഥ, ഇതെല്ലാം ബേസിക് ലെവലാ. ഇത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ തലയോളം ആത്മാവിൽ വളരുന്നത് അത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ബേസിക്കിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. സ്വത്രം കുറഞ്ഞു. അതുകൊണ്ടെല്ലാം ആയിരുന്നു തൃപ്തരാകുക. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ അവകാശികളായി എന്നുള്ള തൃപ്തി വന്നിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ഞാനിങ്ങനെ പറയാറുണ്ട്, മറ്റുള്ള മണ്ഡലങ്ങളിൽ ഒരു നല്ല മനുഷ്യനായി ജീവിച്ച ഒരാൾ സ്നാനപ്പെട്ടിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നു, അവിടെ നല്ല മനുഷ്യനായി ജീവിക്കുന്നു. ഞാൻ അതിനെ ഇങ്ങനെ വിമർശിക്കുന്നത് ആ കാര്യം പ്രത്യേകിച്ച് സ്വഭാവമൊന്നുമില്ല, വ്യത്യാസമില്ല. അവൻ പറയുന്നത് ഞാൻ സമുദായങ്ങളിലായിരുന്നപ്പോഴോ ജാതീയ മണ്ഡലത്തിലായിരുന്നപ്പോഴോ ഞാൻ കള്ളു കുടിച്ചിട്ടില്ലായിരുന്നു, സിഗരറ്റ് വലിച്ചിട്ടില്ലായിരുന്നു, മറ്റൊരു ദുർമാർഗം ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ സ്നാനം ശരിയാകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നു. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ചെറുതനം പറിച്ചെടുത്തിട്ട് വേറൊരിടത്ത് എന്ത് ചെയ്താ നട്ടെന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. കാര്യം സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നില്ല. പണ്ടും പുള്ളി നീതിമാനാ, ഇപ്പോഴും നീതിമാനാ. പണ്ടും പുള്ളി വിശുദ്ധനാണ്, ഇപ്പോഴും എന്തോ ചെറിയ ഒരു വ്യത്യാസം വന്നു. എന്തോന്നറിയാം? ശിശു സ്നാനം വിട്ടിട്ട് മുതിർന്ന സ്നാനം ഏറ്റെടുത്ത് അതിനനുസരിച്ച് ദൈവത്തോട് എന്ത് ചെയ്തു? കൽപ്പന അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം.